ഭക്ഷണം കിടക്കണ നോക്കിയേ. രമേശ 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 വാ എനിക്ക് പോകാം. രമേശ നിങ്ങളാരാ? ഞാൻ നിന്റെ സമയാടാ. സമയോ? അതേടാ, ഞാൻ നിന്നെ കൊണ്ടുപോവാമെന്ന. ഇന്നത്തോടെ നീ മരിക്കും. എന്തിന്? ഞാനെന്ത് തെറ്റാ ചെയ്തത്? എന്ത് തെറ്റാ നീ ചെയ്യാത്തത്? മുമ്പൊക്കെ നീ ചെയ്തു കൂട്ടിയ തെറ്റുകളിലൊക്കെ പ്രാക്കാണ് ഇന്നീ നല്ല പ്രായത്തിൽ തന്നെ നിന്റെ മരണസമയം കുറിക്കപ്പെട്ടിരിക്കുന്നത്. പഠിക്കണ കാലത്ത് അധ്യാപകരുടെ എന്തിനാ ഇവനൊക്കെ പഠിക്കാൻ വരുന്നത്? ഇവനോ പഠിക്കില്ല, പഠിക്കുന്നതിനൊക്കെ പഠിക്കാൻ വിടും. മദ്യവും ലഹരി വസ്തുക്കളൊക്കെ കൊടുത്ത് നശിപ്പിച്ച പിള്ളേരുടെ കാരണന്മാരുടെ പ്രാക്ക്. മോനും ഞങ്ങളുടെ കുടുംബത്തിനൊക്കെ തകർക്കാൻ ശ്രമിച്ച അവൻ എങ്ങനെ നന്നാവാനാ? ഒരു കാലത്ത് അവൻ നന്നാവില്ല. ഗുണ്ടായിസം കാണിച്ച് തകർത്ത കുടുംബങ്ങളുടെ പ്രാക്ക്. 15 ദിവസത്തിലുള്ള പൈസ തിരിച്ചറിയില്ലേ? പിന്നെ നിന്റെ ഭാര്യ ശംശത്തിന്റെ പേരിൽ ആ പാവത്തിന് നീ എന്തുമാത്രം ഉപദ്രവിച്ചിട്ടുണ്ടാ? അവള് മനസ്സിൽ എന്തുമാത്രം നിന്നെ പ്രാഗിട്ടുണ്ടാവും. എവിടെയായിരുന്നു? ഞാൻ അമ്പലത്തിൽ പോയതാ. അമ്പലത്തിലേക്കാ? നിന്റെ മറ്റവനെ കാണാൻ പോയതാ? ദൈവത്തിന്റെ പുറക്കത്തൊന്നും പറയല്ലേ. ദൈവം അവളൊരു കോപ്പും. ദൈവത്തോട് പോലും ഒരു ബഹുമാനമില്ലാത്തവൻ. ഈ കഴിഞ്ഞ ദിവസം നീ എന്താ നിന്റെ അമ്മയോട് ചെയ്തത്? കുടിച്ച് പൂസ. ഒരു ചോറും കോപ്പും. ബോധമില്ലാണ്ട് വന്ന അമ്മമാരെ ഉപദ്രവിക്കണം മക്കളുണ്ടല്ലോ, ഒരു കാലത്തും ഗുണം പിടിക്കാതെ. ഒടുക്കം അമ്മയുടെ പ്രാക്കും. സ്വന്തം അമ്മേനെ വരെ ഇങ്ങനെ ഉപദ്രവിക്കുന്ന നിനക്ക് എന്താ അർഹത ജീവിക്കാൻ? ഏയ്, നീ ശരിയാവില്ല. നീ മരിക്കേണ്ടവനാ. നിന്നെ ഞാൻ കൊണ്ടുപോകും. സ്വന്തം നേരത്തെ സ്വപ്നം കണ്ട എന്തിനാ കിടന്നാലും വിളിക്കണേ? എന്താവശ്യം? എനിക്ക് തെറ്റുപറ്റി അമ്മേ. ഞാനിനി ആരോടും തെറ്റ് ചെയ്യില്ല അമ്മേ. ഒരു വഷളന്റെ വാഗ്ദാനം അതെത്രത്തോളം പാലിക്കപ്പെടുമെന്ന് ഒരു ഉറപ്പുമില്ല. എന്നാൽ ഒരു പക്ഷേ ആ വാഗ്ദാനങ്ങളിലൂടെ നന്മകൾ സംഭവിച്ചാലോ? അത് സന്തോഷമുള്ള ഒരു കാര്യമല്ലേ?